അവനെ അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന പടം കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ. ഈ ഒരു പടം നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1990 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അതൊക്കെ ഈ ഒരു പടത്തിൽ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇപ്പോൾ CCTV ഫുട്ടേജ് ഒന്നും ആ കാലഘട്ടങ്ങളിലില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്, എന്തൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട്, അതൊക്കെ ഈ ഒരു പടം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിലെ മെയിൻ ലീഡ് എന്ന് പറയുന്നത് ടൊവിനോ ആണ്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ആ ഒരു പോലീസ് ഓഫീസറായിട്ട് നിൽക്കുമ്പോൾ അവരുടെ സുപ്പീരിയേഴ്സ് കളിക്കുന്ന പ്രഷർ, ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ചെറുതായിട്ട് ഈ ഒരു പടം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്രൈം നടക്കുന്നുണ്ട്. അത് അന്വേഷിക്കാൻ ടൊവിനോ രംഗത്തേക്ക് വരുന്നു. 2ൻ്റെയും ഉത്തരം അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്, പക്ഷേ വിജയം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ക്രൈം നടക്കുന്നു, ആ ക്രൈമിൻ്റെ ഉത്തരം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു, പക്ഷേ വിജയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ നൽകാതെ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഈ ഒരു പടത്തിൽ ഫസ്റ്റ് ക്രൈമിനേക്കാളും സെക്കൻഡ് ക്രൈമിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷേ സെക്കൻഡ് ക്രൈമിൽ കുറച്ച് ഫ്ലോസ് ഉണ്ട്. പ്രോപ്പറായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിനേക്കാളും ബെറ്ററായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഈ ഒരു പടത്തിൽ ഒരു പോയിന്റിൽ ഒരു ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ലെറ്റർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെറ്റർ ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്, അതും ടൊവിനോയുടെ ഈ ഒരു കയ്യിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ആ ഒരു ക്രൈം അന്വേഷിച്ച കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും കിട്ടാത്തൊരു എവിഡൻസാണ് ടൊവിനോക്ക് ലഭിക്കുന്നത്. അതും 5 ദിവസത്തിനുള്ളിൽ അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ അതൊരു ഫ്ലോസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ അതൊരു ഫ്ലോസ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൽ കുറച്ച് വെറൈറ്റി ഉണ്ട്, അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കാതെ കാണാൻ നിൽക്കുകയാണെങ്കിൽ എന്തായാലും വർക്ക് ആവുന്നൊരു പടമായിരിക്കും ഇത്. എന്തായാലും ചില ഫ്ലോസ് ഒക്കെ വരും, അത് ഇഗ്നോർ ചെയ്യാം. എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പടം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഫ്ലോസ് ഉണ്ടെങ്കിലും. അപ്പോൾ ഈ ഒരു പടം കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.